എൻ്റെ ചരിത്രം വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആസാദി ചാനലിൽ. मेरे गवाही आसादी चैनल में एक्सप्लेन किया गया है. നിങ്ങളുടെ പാസ്റ്ററുടെ സ്വന്തം ചാനലാണേലും ഇത് കേൾക്കാത്തവർ കാണുമായിരിക്കും, എൻ്റെ സാക്ഷിയൊക്കെ കേൾക്കാത്തവർ കാണുമായിരിക്കും. ഇതിനകത്ത് यहाँ पे कुछ लोग होंगे जो पास से गवाही नहीं सुने होंगे. പാസ്റ്റർ എന്നോട് പ്രത്യേകം പറഞ്ഞു അതൊന്ന് പറഞ്ഞിട്ടേ പോകാവൂ. पास ने कहा कि वो सब बोल के ही जाना. സ്തോത്രം. प्रेज लॉर्ड. ഞാൻ ഈ സംഘത്തിനകത്ത് ജനിച്ച ആളാ. मैं इस संगठन के अंदर पैदा हुआ एक व्यक्ति है. ഫിന്നി പാസ്റ്റർ സംഘത്തിൽ ജനിച്ച ആളാ. फिन्नी पास्टर भी एक संगठन के अंदर ही पैदा हुए हैं. എല്ലാവരും ഈ സംഘത്തിൽ പറഞ്ഞവരാ. हम सब इस संगठन के अंदर ही पैदा हुए हैं. പക്ഷെ ഞങ്ങൾ സഭയിലായത് പിന്നെ ഞങ്ങൾ സഭയിലായത് लेकिन हम कलीसिया में हुआ वो बाद में. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? क्या आप समझ रहे हैं मेरी बात? ഈ സംഘത്തിലിരുന്നാൽ നമുക്ക് ഇതൊന്നും ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. इस संगठन के अंदर बैठ के हम इन बातों को जीत नहीं पाएंगे. എന്നാൽ സഭയിലാണെങ്കിൽ നമ്മൾ ഏതിനെയും തരണം ചെയ്യും. लेकिन आप कलीसिया में हैं तो आप ओवरकम कर पाओगे. വളരെ ചുരുക്കി വേഗത്തിൽ ഞാനങ്ങ് പറയാം. मैं छोटा करके जल्दी से बोलना चाहता हूँ. 13-ാം വയസ്സിൽ ഒരു ഭീകരമായ വാഹനാപകടം എനിക്കുണ്ടായി. 13वां साल में एक भयंकर दुर्घटना हुई मेरे साथ. ഞാനൊരു ഓട്ടോയിൽ പോകുമ്പോൾ ഒരു ജീപ്പ് വന്ന് ഞാൻ സഞ്ചരിച്ച എൻ്റെ പേരൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ സഞ്ചരിച്ച ഓട്ടോയിൽ ഇടിച്ചു. जब मैं ऑटो में जा रहा था, पेरेंट्स भी साथ में थे, तो एक जीप आकर हमारी ऑटो पे एक्सीडेंट हुआ. എൻ്റെ ഈ വലത്തെ കൈയുടെ അസ്ഥി മുഴുവൻ ഒടിഞ്ഞു നുറുങ്ങിപ്പോയി. मेरे राइट हैंड का जो हड्डी है वो पूरी टूट गई. എൻ്റെ ഇടത് കൈയുടെ ഒരു ചൂണ്ടുവിരൽ നഷ്ടപ്പെട്ടു പോയി. मेरे लेफ्ट हैंड का जो फिंगर है वो कट हो गया. ഈ രണ്ട് പരിക്കുകളെക്കാൾ ഉപരി എൻ്റെ ഈ വയറിന്റെ വലതുവശത്തായിട്ട് ജീപ്പിന്റെ ബോണറ്റ് വന്ന് ഇടിച്ചു കയറി. मेरे इस पेट के एक तरफ में जीप का एक भाग जो है वो आकर बहुत जोर से लगा. തത്ഫലമായി എൻ്റെ ലിവറിന് സ്പ്ലിറ്റ് ഉണ്ടായി. लिवर जो है वो स्प्लिट हो गया. തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് तिरुवनंतपुरम मेडिकल कॉलेज पर കൊണ്ടു ചെന്ന് കഴിഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞു ഈ കുട്ടിയുടെ ആന്തരികമായിട്ട് വലിയ രക്തസ്രാവം ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് ഒരു മേജർ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. डॉक्टर ने कहा कि इनके अंदर से इंटरनल ब्लीडिंग हो रही है, इसलिए जल्दी से सर्जरी में लेना पड़ेगा. മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയ കഴിഞ്ഞ് ഡോക്ടർമാർ വന്ന് എൻ്റെ പേരൻസിനോട് പറഞ്ഞു ഞങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റുകയില്ല. बहुत लंबा आर का सर्जरी के बाद में डॉक्टर ने आके कहा कि जो करना था हमने मैक्सिमम कर दिया है, लेकिन अब कुछ गारंटी हम नहीं दे सकते. മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ച് പഠനം നടത്തിയവർക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ലെങ്കിലും മനുഷ്യനെ നിർമ്മിച്ചവന് आमेन. ഗ്യാരണ്ടി പറയാം. मनुष्य के शरीर की जिसने पढ़ाई किया हो व्यक्ति लोग अगर गारंटी नहीं दे सकते, तो भी जिस मनुष्य को परमेश्वर ने बनाया वो सृष्टिकर्ता गारंटी दे सकता है. ആ ഗ്യാരണ്ടിയാ ഇന്നും എന്നെ ഇവിടെ നിർത്തിയേക്കുന്നത്. वो गारंटी है जो आज मैं यहाँ पर खड़ा हूँ. ആ അപകടത്തെ തുടർന്ന് കുറെ കാലം എനിക്ക് സർജറികളും ചികിത്സകളും ഒക്കെ ചെയ്യേണ്ടി വന്നു. बहुत सालों तक मुझे ऐसा ट्रीटमेंट सब लेना पड़ा. ദൈവത്തിന്റെ കരം അനുകൂലമാകിയാൽ ഞാൻ അത്ഭുതകരമായി വിടുവിക്കപ്പെട്ടു. परमेश्वर का हाथ मेरे अनुकूल रहा, इसलिए मैं छुटकारा पाया. ആ സമയത്തൊക്കെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഘത്തിലെ അംഗമാണ്. उस समय पर जब मैं अनुग्रह हुआ तो मैं एक संगठन का एक सदस्य था. എൻ്റെ 15-ാം വയസ്സിൽ ഞാൻ സ്നാനപ്പെട്ടു. मेरे 15वां साल पे मेरी बपतिस्मा हुई. ഞാൻ പറയാതെ തന്നെ ആ കാലഘട്ടത്തിലെ എൻ്റെ വിശ്വാസത്തെ ആ പഴയകാല കാര്യങ്ങൾ, അതായത് ഒരു പെന്തിക്കോസ് സാധാരണ ഞങ്ങളുടെ നാട്ടിലെ ഒരു സംവിധാനത്തിനകത്തൊക്കെ വളരുന്ന കുഞ്ഞുങ്ങളിൽ സിംഹഭാഗ ആൾക്കാരിലും ഉണ്ടാകുന്ന ആ ആത്മീകമായ ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം എന്നിലും ഉണ്ടായിരുന്നു. ഒരു സാധാരണ പെന്തിക്കോസ് കുടുംബത്തിൽ വളരുന്ന ഒരാൾക്ക് രക്ഷ എന്താണെന്നറിയാം, സ്നാനം എന്താണെന്നറിയാം, പരിശുദ്ധാത്മാവ് എന്താണെന്നറിയാം, വചനത്തിൻ്റെ ഏകദേശ കാര്യങ്ങളെ പറ്റിയൊക്കെ സൺഡേ സ്കൂൾ പഠിച്ചതിൻ്റെയൊക്കെ ആ സ്വാഭാവിക ജ്ഞാനം എനിക്കുണ്ടായിരുന്നു. एक साधारण कलीसिया के अंदर जो ज्ञान मिलती है, उद्धार क्या होता है, पवित्र आत्मा क्या होती है, तो एक साधारण परिज्ञान मेरे अंदर थी. एक साधारण जीवन बिता रहा था. അങ്ങനെ ഞാൻ എൻ്റെ 15-ാം വയസ്സിൽ സ്നാനപ്പെട്ടു. वैसे मेरे 15वां साल पर मेरी बपतिस्मा हुई. കാലങ്ങൾ കുറേ മുൻപോട്ട് പോയി. कुछ समय आगे बीत गए. ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് വാഹനാപകടം ഉണ്ടായത്. मेरे 9वें क्लास पर जब मैं पढ़ रहा था तो मेरी एक्सीडेंट होती है. അത് കഴിഞ്ഞ് എനിക്ക് 18 വയസ്സായ സമയത്ത് जब मेरे 18 साल हुआ, എൻ്റെ വലത് കാലിൽ मेरा राइट पैर में വലത് കാലിൽ എൻ്റെ മുട്ടിൻ്റെ കുറച്ച് താഴെയായിട്ട് പാദത്തിന് കുറച്ച് മുകളിലായിട്ട് ഏതാണ്ട് ഒരു 1.5 വർഷം പഴക്കം മാത്രമുള്ള ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു. मेरे घुटने के नीचे और फुट के ऊपर एक सिस्ट था, एक गांठ थी.
അത് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് ശസ്ത്രക്രിയ ചെയ്തു. वो बाजू वाले हॉस्पिटल में ले जाकर दिखाकर इसको ऑपरेट किया गया. അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോൾ ऑपरेशन के बाद एक 10-20 दिन के बाद അതിന്റെ ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നു. उसका बायोप्सी का रिपोर्ट आया. ഞാനിത് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റിയൊക്കെ നല്ല ധാരണയുണ്ട്. अभी जब मैं कहता हूँ तो मैं अच्छे से जानता हूँ. ഒരു കൊച്ചു ഓങ്കോളജി പരിപാടിയൊക്കെ നമുക്കറിയാം. छोटा ऑन को सब थोड़ा मैं सीख गया. എന്നാൽ അന്ന് लेकिन उस दिन ഈ ബയോപ്സി എന്ന് പറഞ്ഞ വാക്ക് പോലും എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. ये बायोप्सी का वर्ड भी मुझे नहीं मालूम था. കോവിഡ് വരുന്നതിന് മുമ്പ് ക്വാറന്റൈൻ എന്നുള്ള വാക്ക് കേട്ടിട്ടുള്ളവരൊന്ന് കര ഉയർത്തിക്കേ. कोविड के पहले कितने लोगों ने क्वारंटाइन वर्ड सुना था? ഉണ്ടോ? ഇല്ല, നമ്മളാരും കേട്ടില്ല. സത്യമാ അല്ലേ? അപ്പൊ അതുപോലെ എനിക്ക് ഈ അസുഖം വരുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി യാതൊരു ധാരണ എനിക്ക് ഇല്ല. तो ये बीमारी आने से पहले मैं इसके बारे में कुछ भी नहीं जानता था. ഇപ്പോഴാണ് ബയോപ്സി എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചു പിള്ളേർക്ക് വരെ. लेकिन अभी बायोप्सी बोले तो सबको मालूम है. ബാർബർ ഷോപ്പിൽ ഒഴിച്ച് എല്ലായിടും ഇപ്പൊ ബയോപ്സിയാ. बार्बर शॉप छोड़कर हर जगह बायोप्सी होता है. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഏതൊരു ഭാഗം മുറിച്ചെടുത്താലും ബയോപ്സി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. हमारे शरीर में कोई भी भाग अगर कट करके निकाला गया तो बायोप्सी किया जाता है. एक ऐसी दुनिया में हम जी रहे हैं, ऐसा एज में हम जी रहे हैं. ഈ ബയോപ്സി റിപ്പോർട്ട് വരുമ്പോൾ जब ये बायोप्सी का रिपोर्ट आया എന്റെ വലതുകാലിൽ ക്യാൻസർ എന്ന മാരക രോഗം ബാധിച്ചിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കപ്പെട്ടു. तो मेरे राइट लेग पर कैंसर की बीमारी है करके डायग्नोज हुआ. മനുഷ്യന്റെ കയ്യേലും കാലയിലും ഒക്കെ ക്യാൻസർ വരുമെന്ന് അതിനു മുമ്പ് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ല. मनुष्य के हाथ और पाँव में भी कैंसर होता है करके मैंने कभी सुना भी नहीं था. അങ്ങനെ എന്റെ 18ാം വയസ്സിൽ ഞാൻ ക്യാൻസർ രോഗത്തിന് അടിമയായി. वैसे मेरे 18वां साल पर मैं कैंसर बीमार होगी, मुझे बीमार से ग्रसित हो गया. നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും, തിരുവനന്തപുരത്തുള്ള ഒരു ഫേമസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, RCC എന്ന് പറയും, റീജിയണൽ ക്യാൻസർ സെന്റർ എന്ന് പറയുന്ന ആശുപത്രിയിലേക്ക് അവരെന്നെ റെഫർ ചെയ്തു. केरला में जो एक फेमस कैंसर सेंटर है RCC, वहाँ पर मुझे रेफर किया गया. അവിടെ പോയി എൻ്റെ കാലയിൽ തുടർന്നും സർജറി ചെയ്യണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. वहाँ पर जाकर वापस सर्जरी करना पड़ेगा ऐसे सब डॉक्टर ने कहा. അത് കഴിഞ്ഞിട്ടുള്ള പരിശോധനയിൽ അവർ കൃത്യമായി കൺഫേം ചെയ്തു എനിക്ക് സോഫ്റ്റ് ടിഷ്യൂ സാർക്കോമ എന്ന് പറയുന്ന മാരകമായ ക്യാൻസർ രോഗമാണെന്ന്. तो उसके बाद डॉक्टर ने ये डायग्नोज किया गया कि सॉफ्ट टिश्यू कार्सिनोमा करके एक कैंसर की बीमारी है. ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഓർമ്മകളും നല്ല ഭാവിയെ പറ്റിയൊക്കെ ചിന്തിക്കേണ്ട 18ാമത്തെ വയസ്സിൽ जीवन का एक सबसे अच्छी उम्र जो मैं 18 साल का था, उस उम्र में ഏത് മനുഷ്യനും ഭയമുണ്ടാക്കുന്ന ഒരു മാരക രോഗത്തിന് ഞാൻ അടിമയായി. हर मनुष्य डरने वाला एक बीमारी से मैं भी ग्रसित हो गया. ഈ പറയുന്ന സംഗതിയുടെ പ്രാഥമിക ഘട്ടങ്ങളിലൊക്കെ ഞാനൊരു സംഘത്തിന്റെ അംഗമായിരുന്നു. इसके शुरुआत में मैं एक संगठन का सदस्य था. അതിനു മുമ്പ് ഉള്ള ചരിത്രത്തിൽ ക്യാൻസർ ബാധിച്ചവരെ എല്ലാം മരിച്ചു പോയതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. उसके पहले तक मैं जो भी कैंसर से बीमार हुए हैं उनको मरते हुए ही मैंने देखा है. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ 2008 ഞാൻ ഈ പറയുന്നത്. അന്നത്തെ ഒരു ചിന്താഗതിയിൽ, എൻ്റെ ചിന്താഗതിയിൽ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യപ്പെട്ടാൽ പിന്നീട് കുറച്ചു കാലം ചികിത്സ ചെയ്യും, അത് കഴിഞ്ഞ് മരിക്കും എന്നുള്ളതാണ് നമുക്ക് പൊതുവേ നമ്മുടെ തലച്ചോറിൽ സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു സംഗതി. तो उस ज़माने में हमारे अंदर एक ऐसा नॉलेज है कि अगर कैंसर होती है तो कुछ समय ट्रीटमेंट करते हैं, लेकिन उसके बाद फिर वो व्यक्ति मर जाता है, ऐसा हम जानते हैं. അതിജീവിച്ചവരെ അധികം ഞാൻ കണ്ടിട്ടില്ല. ओवरकम किया हुआ लोगों को मैंने देखा नहीं था. അതുപോലെ തന്നെ മറ്റൊരു സംഗതിയാണ്, ക്യാൻസർ രോഗം ബാധിച്ചാൽ ആമേൻ അത് ഭയങ്കര ചെലവേറിയ ചികിത്സയാണെന്നുള്ളത്. दूसरी बात ये था कि अगर कैंसर की बीमारी हो गई तो बहुत महंगी ट्रीटमेंट करनी पड़ती है. ഈ കാരണങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായപ്പോൾ ഞാൻ വല്ലാത്ത പ്രതിസന്ധിയിലായി. तो ये सब जब मेरे जीवन में होने लगा तो मैं बहुत ही प्रतिकूल अवस्था पर चला गया. അതേ സമയത്ത് തന്നെ എനിക്ക് രോഗം ബാധിച്ച സമയത്ത്, ഞങ്ങൾ ചികിത്സയിലായിരിക്കുന്ന സമയത്ത്, അവിടുത്തെ യാത്രകളുടെ മധ്യത്തിൽ RCCയിൽ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ പരിചയപ്പെട്ട ഒരു ദൈവദാസന്റെ കുടുംബമുണ്ട്. तो जब मैं इस ट्रीटमेंट के दौरान परिचित हुआ एक पास्टर का फैमिली था. എനിക്ക് ബാധിച്ച അതേ ഡയഗ്നോസിസ്, അതേ രോഗം തന്നെ
ഈ കാലിൻ്റെ എനിക്ക് മുട്ടിന് താഴെയായിരുന്നു, ആ ദൈവദാസിക്ക് മുട്ടിന് മുകളിലായിട്ടാണ് ഈ രോഗം ബാധിച്ചത്. तो मेरे को जो हुआ था वो सेम उनको भी हुआ था. मुझे घुटने के नीचे था, लेकिन उनको घुटने के ऊपर में वो सेम बीमारी उनको भी हुआ था. അദ്ദേഹം അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു പാസ്റ്റർ ആയിരുന്നു, ആ പ്രിയപ്പെട്ടവളുടെ ഭർത്താവ്. उस बहन का जो पति है वो असेंबलीज ऑफ गॉड के चर्च के पास्टर थे. ഒരേ വിശ്വാസം ഫോളോ ചെയ്യുന്നവരെന്ന നിലയ്ക്കൊക്കെ ഈ കുടുംബവുമായിട്ട് ഞങ്ങൾക്ക് വളരെ ആഴത്തിലുള്ള ഒരു ബന്ധം ഈ RCCയിലെ ചികിത്സ മുഖാന്തരം ഉടലെടുത്തു. हम भी असेंबलीज ऑफ गॉड होने की वजह से इस परिवार के साथ हमारा एक संबंध दृढ़ होने लगा. അന്ന് എനിക്ക് 18 വയസ്സ്, ഈ പറഞ്ഞ സഹോദരിക്ക് 28 വയസ്സ്. उस दिन मेरे को मेरा 18 उम्र और उस बहन के उम्र 28 था. അവരുടെ ഒരു കുഞ്ഞനുജനെ പോലെ എന്നെ ചേർത്ത് പിടിക്കുകയും വളരെ സ്നേഹത്തോടെ എന്നോട് പെരുമാറുകയും ചെയ്തു. उनका एक छोटा भाई के समान उन्होंने मुझे साथ रखा और बहुत प्रेम के साथ व्यवहार किया. എൻ്റെ മാതാപിതാക്കളൊക്കെ വളരെ സാധാരണക്കാരാണ്. मेरे माता पिता काफी साधारण लोग हैं. ഈ പാസ്റ്റർ ആണെങ്കിൽ എപ്പോഴും നല്ല പ്രത്യാശയുടെ വാക്കുകളും വിശ്വാസത്തിന്റെ വചനങ്ങളും ഒക്കെ പറഞ്ഞ് ഇദ്ദേഹം എന്നെ ഒത്തിരി ബലപ്പെടുത്താൻ തുടങ്ങി. ये पास्टर जो थे वो हमेशा विश्वास की बातें कह के आशा की किरण की बातें सब बोल के मुझे सांत्वना देते रहते थे. അപ്പോൾ ഞാൻ ചിന്തിച്ചത് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഞാനും ഈ രോഗത്തിൽ നിന്ന് വിമുക്തനാകും. तो मुझे लगा कि वो पास्टर मेरे लिए प्रार्थना करने की वजह से मैं इस बीमारी से मैं मुक्त हो जाऊंगा. എന്നാൽ എൻ്റെ 4ാമത്തെ കീമോയുടെ സമയത്ത്, लेकिन मेरे चौथे कीमो के वक्त पर ഞങ്ങൾ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ जब मैं अस्पताल जा रहा था, ഈ വാത്സല്യ സഹോദരിയുടെ ചേതനയേറ്റ ശരീരമാണ് ഞാൻ കണ്ടത്. तो ये बहन का शरीर मुझे देखने मिला है. എന്നെ കാണുമ്പം ഈ പാസ്റ്റർ ജോജി പാസ്റ്റർ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും വളരെ വേദനയോടെ കരയുകയും നിലവിളിക്കുകയും ചെയ്തു. मेरे को देखकर ये पास्टर दौड़कर मेरे पास आए और मुझे गले लगाकर वो बहुत रोने लगे. അദ്ദേഹം പറഞ്ഞ വാക്ക് ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നുണ്ട്. उन्होंने मुझे आज भी उनके शब्द याद है. മരിച്ചു നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, എൻ്റെ പ്രിയപ്പെട്ടവളെ ഒന്ന് ഉയർപ്പിക്കുമോ? എനിക്ക് 2 പൊടി പെൺകുഞ്ഞുങ്ങളാണ്. मरकर 4 दिन होने के बाद भी लाजर को जिस परमेश्वर ने उठाया कि मेरी पत्नी को भी क्या आप उठाओगे? मेरे 2 छोटे छोटे बच्चे हैं. ഹൃദയം തകർന്ന് നിലവിളിക്കുന്ന ആ മനുഷ്യന്റെ ആ നിലവിളിക്ക് മുമ്പിൽ അദ്ദേഹത്തെക്കാൾ അതേ രോഗം ബാധിച്ചു നിൽക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് അതിൻ്റെ പരിസരത്ത് അതിനേക്കാൾ ഹൃദയ തകർച്ചയോടുകൂടെ ഞാൻ നിൽക്കുവാനിടയായി. जब अपनी पत्नी के उस देहांत के दुख में रोते समय मैं भी वो सेम बीमारी से गुजर रहा था और मैं भी बाजू में खड़े होकर बहुत जोर से रोने लगा. എൻ്റെ പരിമിതമായ ആത്മീയ അറിവ് കൊണ്ട് ഞാൻ ചിന്തിച്ചു, പാസ്റ്ററുടെ ഭാര്യ ഈ രോഗത്തിന് കീഴടങ്ങിപ്പോയെങ്കിൽ വലിയ താമസമില്ലാതെ ഒരു സാധാരണ വിശ്വാസിയുടെ മകനായ എനിക്കിനി വലിയ നിലനിൽപ്പൊന്നും ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. उधर खड़े होकर मैंने इस प्रकार से सोचा कि इतना विश्वास रखने वाले पास्टर की पत्नी अगर आज वो मर चुकी है तो मैं जो साधारण विश्वासी मेरे भी सामने अभी कोई आशा नहीं रही. അങ്ങനെ അപക്വമായ ആത്മീയ അനുഭവമുള്ള ഞാൻ അത്തരത്തിലുള്ള ചിന്തകളും 18 വയസ്സിലെ ചാബല്യ കാലഘട്ടങ്ങളും ഒക്കെ ഉള്ള ആ സമയത്ത് ഞാൻ വളരെ വിഷണ്ണനായി കഴിഞ്ഞിരിക്കെ ഒരു ദിവസം तो उस वक्त एक साधारण विश्वास रखने की वजह से और उस उम्र में जब मैं ऐसा ही सोचकर बैठा हुआ था तो एक दिन ഞങ്ങളുടെ സഭയിൽ നടക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ हमारे कलीसिया में होने वाली उपवास प्रार्थना में ഇതുപോലെ കുറെ ആൾക്കാർ അവിടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നു. ऐसे बहुत लोग बैठकर वचन सुन रहे थे. അന്ന് അവിടെ കടന്നു വന്നൊരു ദൈവത്തിന്റെ ദാസൻ तो वहां पर आया हुआ एक परमेश्वर का दास വളരെ ശക്തമായി ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ काफी सामर्थ्य से जब वो वचन की सेवकाई कर रहे थे, അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുക, ഞാൻ എൻ്റെ തലയിലൊന്നും മുടിയില്ല, കീമോയൊക്കെ ചെയ്ത് തലമുടിയൊക്കെ പോയി. അന്ന് ഈ 18 വയസ്സിൽ ഈ പൊടിമീശയൊക്കെ വരുന്ന പ്രായമാണ്. ഈ മീശയൊക്കെ പൊടിഞ്ഞു പോയി. ഞാനിങ്ങനെ ഒരു മങ്കി ക്യാപ്പൊക്കെ വെച്ച് മാസ്ക് ഒക്കെ വെച്ച് ആരുടെയും മുമ്പിൽ വെളിപ്പെടാതെ ഏറ്റവും പുറകിൽ ഇങ്ങനെ പമ്മി വന്നിരിക്കും. तो उस समय मेरे सर के बाल सब झड़ चुके थे. तो मैं कैप लगा के रखा था और यहाँ पे जो मूंछ वगैरह आती है वो सब झड़ चुका था. एक मास्क लगाकर मैं किसी के नज़र में ना आए करके छुप कर एक कोने पर मैं ऐसा बैठा हुआ था. കീമോയും റേഡിയേഷനും ഒക്കെ കൊണ്ട് തളർന്ന് കലങ്ങി മറ്റൊരു പലരുടെയും മരണവും ദിവസേന പലരുടെയും മരണവാർത്തകളും ഒക്കെ ചെവിയിലെത്തി ഇങ്ങനെ ആകെ വിഷണ്ണനായിരിക്കെ എൻ്റെ മനസ്സിൽ തോന്നി, ഇനിയും ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതിൽ അർത്ഥമില്ല, എത്രയും പെട്ടെന്ന് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ കയറി ആത്മഹത്യ ചെയ്യാം.
तो ये सब कैंसर की वजह से कीमो और ये सारे प्रतिकूल के बीच में मैंने ऐसे सोचा कि अब आगे जीने से मतलब नहीं है, मैं किसी को भी मुसीबत होने नहीं दूंगा, इसलिए मैं सुसाइड कर लूँगा। അങ്ങനെ ചിന്തിച്ചാണ് ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഹാളിൽ ഏറ്റവും പുറകെ വന്നിരുന്നത്. ऐसा सोचकर मैं इस हॉल के कोने में सबसे पीछे बैठा हुआ था. എന്നാൽ അവിടെ വന്ന് ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ദാസൻ, लेकिन वहाँ पर वचन की सेवकाई करने वाला परमेश्वर का दास, അദ്ദേഹം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. उन्होंने ऐसा एक शब्द कहा, നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, तेरा सोच नहीं है मेरी सोच, നിന്റെ വഴികൾ എൻ്റെ വഴികളുമല്ല, तेरी राह नहीं है मेरी रास्ता. അദ്ദേഹം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ആത്മഹത്യയെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ, और उन्होंने इस प्रकार से कहा कि आत्महत्या के बारे में सोचने वाले हैं मनुष्य, നിനക്ക് മുമ്പേ ഉള്ളവരുടെ പല ചരിത്രവും നോക്കി നീ വിഷണ്ണനായിരിക്കുന്നെങ്കിൽ, तेरे मुन आगे हुआ कुछ घटनाओं को देखकर अगर आज तू दुखी है तो ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്, അവൻ പൊന്നുപോലെ നിന്നെ പുറത്തു കൊണ്ടുവരുന്നു. परमेश्वर ने तुझे देखा है, वो तुझे उठाकर बाहर लेकर आएगा. ഞാനൊരു സ്വോത്രം പോലും പറഞ്ഞില്ല. मैंने एक धन्यवाद भी नहीं कही. ഞാൻ സ്വോത്രം പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ ആൾക്കാർ തിരിഞ്ഞു നോക്കുമെന്ന് കരുതി ഞാൻ മിണ്ടാതെ ഇരുന്നു. अगर मैं धन्यवाद कहूंगा तो लोग मुझे पलट कर देखेंगे, ये सोचकर मैं चुपचाप बैठा रहा. അന്ന് രാത്രി ദൈവം എന്നെ സംഘാംഗത്തിൽ നിന്ന് സഭാംഗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. उस रात को परमेश्वर ने मुझे एक संगठन के सदस्य से एक कलीसिया की सदस्य की ओर में ट्रांसफर कर दिया. അതുവരെ കേവലം സംഘത്തിന്റെ അംഗമായിരുന്നു. तब तक मैं केवल एक संगठन का सदस्य था. അന്ന് രാത്രി എന്റെ വീട്ടിൽ ഞാൻ തിരിച്ചു വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. उस दिन रात को जब मैं वापस घर गया मेरी नींद उड़ गई. അന്ന് വരെ ആത്മീക ചിന്താഗതി എന്ന് പറയുന്നത് ഒരു നുകം പോലെ തോളിൽ ചേറ്റ ഞാന് അന്ന് നുകമായി തോളിലിരുന്നത് എന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് വരാനിടയായി. उस दिन तक जो मेरे कंधे पर रखा हुआ एक बोझ था वो मेरे हृदय के अंदर आने लगा. നിങ്ങൾക്ക് കേൾക്കണോ, ഞാൻ നിങ്ങളോട് അല്പം മുമ്പ് വരെ ഘോരഘോരം പ്രസംഗിച്ച പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ആ ശരിയായ അനുഭവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ 18ാമത്തെ വയസ്സിൽ അവൻ മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോയ എൻ്റെ അകത്ത് രാത്രിയുടെ യാമത്തിൽ പരിശുദ്ധാത്മാവ് വന്നിറങ്ങി. 18 साल पे उम्र पे मैं ऐसी प्रतिकूल की अवस्था पर बैठे समय जो पवित्र आत्मा के विषय पर जो मैं यहाँ पर कह रहा था, वो पवित्र आत्मा मेरे कमरे के अंदर उतर आया. അന്നാണ് ഞാൻ അഭിഷേകം പ്രാപിക്കുന്നത്. उस दिन मैं अभिषेक प्राप्त किया. സ്തോത്രം. Praise Lord. ഹല്ലേലൂയ. Hallelujah. അന്ന് എനിക്ക് ദൈവം തന്നൊരു ട്രാൻസ്ഫർ ആണ്. സംഘാംഗത്തിൽ നിന്ന് കർത്താവ് എന്നെ സഭാംഗമാക്കി. उस दिन में को जो ट्रांसफर वो ये था कि संगठन से परमेश्वर मुझे ट्रांसफर सभा में करवा ഇന്ന് എന്നെ दिया. കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, आज मुझे सुनने वाले प्रिय भाई बहन, ചില ജീവിത പ്രതിസന്ധികളുടെ മുമ്പിൽ തരണം ചെയ്യാൻ കഴിയാതെ നീ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, कि कुछ जीवन की प्रतिसंधियों के बीच में अगर आप उससे सामना नहीं कर पा रहे हो तो ഒരു പ്രശ്നം വരുമ്പോ പുറകോട്ട് പോകണമെന്ന് മനസ്സിനകത്തൊരു ചിന്ത വരുന്നുണ്ടെങ്കിൽ, एक मुसीबत जब आती है तो पीछे जाना है, एक ऐसा चिंता आपके मन में आता है तो ഓർത്തോണം, നിങ്ങൾ സംഘാംഗത്തിൽ എത്തിയിട്ടേ ഉള്ളൂ. तो आप ये सोच लो कि आज भी आप केवल एक संगठन के सदस्य हो. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഇതിനകത്ത് ചില ആൾക്കാരുടെ അകത്തൊരു ട്രാൻസ്ഫർ നടക്കാൻ പോവുകയാണ്. पवित्र आत्मा मुझसे कह रही है कि इसके अंदर के कुछ लोगों के अंदर वो ट्रांसफॉर्म हो रही है. കുറെ കാലമായിട്ട് സംഘാംഗമായിരിക്കുക, बहुत सालों से आप एक संगठन के सदस्य हो. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ചിലരെ സഭാംഗമാക്കാൻ പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്നു. लेकिन आज इसके अंदर से कुछ लोगों को परमेश्वर सभा के सदस्य बनाने जा रहा है. എത്ര പേര് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകും? कितने लोग समर्पण करने को तैयार है? ഒരു ട്രാൻസ്ഫർ ഇതിനകത്ത് നടക്കാൻ एक പോവുകയാണ്. ट्रांसफर इसके अंदर होने जा അവൻ रही है. പരിശുദ്ധാത്മാവ് അകത്ത് വരുമ്പോൾ पवित्र आत्मा जब तुम्हारे अंदर आएगी ഭയങ്കരമായ വ്യത്യാസം നമ്മളിൽ ഉണ്ടാകും. तो हमारे जीवन में बहुत सारे फर्क दिखने लगेंगे. അതിനെ നമ്മളൊന്ന് സമർപ്പിക്കണം. उसके लिए हमें समर्पण करना जरूरी എഫേസ്യർക്ക് है. എഴുതിയ ലേഖനം 4-ാം അധ്യായം 22 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, एफिसियों 4 का 22 अगर हम पढ़ेंगे, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് आपके चाल चलन से संबंधित ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച്, താഴ്ത്തു മാറ്റിയപ്പോളെ, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി
പുതുക്കം പ്രാപിച്ച് Next. നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. 22 तुम पिछले चाल चलन के पुराने मनुष्य को जो भरमाने वाली अभिलाषाओं के अनुसार भ्रष्ट होता जाता है उतार डालो और अपने मन के आत्मिक स्वभाव के नए बनते जाओ और नए मनुष्य को पहन लो जो परमेश्वर के अनुरूप सत्य की धार्मिकता और पवित्रता में सृजा गया हो. അപ്പൊ ആത്മാവ് സംബന്ധമായ ഒരു പുതുക്കം നമ്മുടെ അകത്തുണ്ടാകണം. तो आत्मा से संबंधित हमारे जीवन में नया होना जरूरी है. ആ പുതുക്കം ഉണ്ടാകുമ്പോൾ പഴയ മനുഷ്യൻ മരിക്കുകയും പുതിയ മനുഷ്യൻ ജനിക്കുകയും ചെയ്യും. तो वो जब हमारे जीवन में आएगा तो पुराना मनुष्य मरकर एक नया मनुष्य की जन्म होती है. നിങ്ങൾ നിങ്ങളെ തന്നെ ആത്മാവിൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ आप अपने आप को पवित्रताई में जब समर्पण करके दोगे ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾക്ക് നേരിടാൻ സാധ്യതയുള്ള ഏത് ലോകൈക പ്രതിസന്ധികളെയും ആത്മാവിൽ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് സാധിക്കും. तो इस संसार पर जब हम जीते हैं तो इस दुनिया में हमारे जीवन में होने वाली हर एक मुसीबतों को आत्मा में ओवरकम करने के लिए परमेश्वर हमें सहायता करेगा. എന്റെ പ്രിയരെ, ക്യാൻസറിന്റെ മുമ്പിൽ ആത്മഹത്യയെ പറ്റി ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം എന്റെ അകത്ത് ഈ പറഞ്ഞ ആത്മാവിന്റെ രൂപാന്തരത്തിന്റെ അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ്. मेरे कैंसर की बीमारी के बीच में अगर मुझे उस आत्महत्या की प्रेरणा आने का रीजन यह है कि मेरे अंदर ये पवित्र आत्मा की अनुभव नहीं था. എന്നാൽ അവിടെ നിന്ന് ദൈവം എന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ തുടങ്ങി. लेकिन वहां से परमेश्वर मेरे जीवन को बदलने लगा. ക്യാൻസർ മാറിയില്ല കേട്ടോ, कैंसर नहीं हटा था എന്നാൽ എന്റെ അകത്ത് ക്യാൻസറിനോടുള്ള ഭയം മാറി. लेकिन मेरे अंदर कैंसर से तो भय था वो चला गया. 2 കീമോയും കൂടെ ചെയ്യേണ്ടി വന്നു. 2 कीमो और मुझे करना पड़ा. അത് കഴിഞ്ഞിട്ടുള്ള പരിശോധനയിൽ എന്റെ ശരീരത്തിൽ നിന്ന് ക്യാൻസറിനെയും ദൈവം സൗഖ്യമാക്കി. उसके बाद के टेस्ट में कैंसर की बीमारी भी मेरे शरीर से पूरा निकाल दिया गया. കരമടിച്ച് കർത്താവിന് ഒരു മഹത്വം കൊടുത്താണ്. हाथ ताली बजाकर परमेश्वर की स्तुति करें. ഹല്ലേലൂയ. അല്പം കൂടെ ഉണ്ട് കേട്ടോ. थोड़ी और है അത് കഴിഞ്ഞ് കുറേ കാലം മുമ്പോട്ട് പോയി. तो और थोड़ा दिन आगे बीत गए. പിന്നെ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ തൊട്ടതെല്ലാം പൊന്നാകുന്ന കാലമായിരുന്നു പിന്നെ ഞാൻ കണ്ടത്. फिर ऐसा था कि ഹിന്ദി जो हम छुएंगे वो सब कुछ सोना बनने वाला एक ऐसा युग था. ഈ മലയാളത്തിന്റെ ഒരു കുഴപ്പമാണ്, ചിലതൊന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. मलयालम के कुछ शब्द ट्रांसलेट करना मुश्किल है. പിന്നീടുള്ള 6-7 വർഷങ്ങൾ ദൈവം എന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. फिर आगे के 6-7 साल परमेश्वर मुझे बहुत सारी बातें सिखाए. കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് കൊള്ളാകുന്നവനായി ദൈവം എനിക്ക് പരിശീലനങ്ങൾ തന്നു. परमेश्वर के सेवक में परमेश्वर मेरे को चुन कर लिया और मुझे उसका ट्रेनिंग मेरे जीवन में प्रशिक्षण करवाए. 5-6 വർഷത്തെ സെമിനാരി പഠനം ചെയ്യാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. 5-6 साल की बाइबल कॉलेज में पढ़ने के लिए परमेश्वर ने मुझे सहायता किया. ഇതെല്ലാം കഴിഞ്ഞു. ये सब कुछ हो गया. 5 വർഷം ഞാൻ RCCയിൽ എല്ലാ വർഷവും ചെക്കപ്പിന് പോയി. 5 साल में RCC में चेकअप के लिए हर साल जाता रहता था. 5ാം വർഷം ഡോക്ടർ എന്നോട് പറഞ്ഞു, യു ആർ കംപ്ലീറ്റ്ലി ഓക്കെ. 5वें साल में परमेश्वर ने कहा कि तुम पूरी तौर से चंगे हो गए हो. ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരണ്ട. आमेन. अब यहाँ पर तुम वापस आना ही मत. आमेन 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 आमेन. ദൈവമേ, ഇവരുടെ കയ്യടി അവസാനം വരെ കാണുമോ എന്നുള്ളതാ. आपका ये हाथ ताली के आखिरी तक रहेगा. അത് കഴിഞ്ഞ് उसके बाद എനിക്ക് 27 വയസ്സായി. मेरा 27 उम्र हो गया. മുൻപ് വന്ന ക്യാൻസറിന്റെ ഓർമ്മകളൊക്കെ അനുഭവസാക്ഷ്യം പറയുന്നിടത്ത് മാത്രമേ എനിക്ക് വരാറുള്ളൂ. वो जो कैंसर का जो बीमारी था जहाँ पर मैं गवाही बोलता हूँ सिर्फ उधर ही मुझे याद आती थी. ഈ അന്ന് കാലയിൽ ക്യാൻസർ വന്നിടത്ത് റേഡിയേഷൻ ചെയ്തതിന്റെ ഒരു ചെറിയ പാടുണ്ട്. कैंसर जहाँ पर पाँव में आया था वो जो रेडिएशन किया एक दाग अभी भी है. അതല്ലാതെ എനിക്ക് വേറെ ഒരു കുഴപ്പമില്ല. उसके अलावा मुझे और कुछ प्रॉब्लम नहीं है. നിങ്ങളെ എല്ലാവരെയും പോലെ ഓടാം ചാടാം. आपके सबके समान मैं दौड़ सकता हूँ, भाग सकता हूँ. എനിക്ക് സ്വിമ്മിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നീന്താം, എല്ലാം ചെയ്യാം. मुझे तैरना बहुत पसंद है, मैं सब कुछ कर सकता हूँ. ഞാൻ 6 പ്രാവശ്യം ഈ നമ്മുടെ കൊച്ചിയിലൊരു സംഭവം ഉണ്ടല്ലോ, എന്താ പറയുക അതിന്റെ പേര്, വണ്ടർലായി പോയിട്ടുണ്ട്. मैं 6 बार वंडरला जा चुका हूँ. ഈ വെള്ളത്തിനകത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ ചാടുന്നതും വെള്ളം ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. मुझे पानी के अंदर ऐसा कूदना एंजॉय करना बहुत पसंद है. അങ്ങനെ തുടർന്നുള്ള വർഷങ്ങളെല്ലാം ശുശ്രൂഷയിലാണെങ്കിലും പഠനത്തിലാണെങ്കിലും
ജീവിതത്തിന്റെ എല്ലാ തുറകളിലും എനിക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട വർഷങ്ങളായിരുന്നു. वैसे आगे के साल मेरे जीवन में पढ़ाई में हो चाहे हर जगह पर सेवकाई में हो तो मेरे काफी आनंद का दिन था. ഞാൻ ബാംഗ്ലൂർ SABC എൻ്റെ MD കഴിയുന്ന കാലം മുതലേ പിന്നെ അടുത്ത നാട്ടിലൊക്കെ അറിയാമല്ലോ, നാട്ടിലെന്നല്ല, ഇപ്പോൾ അല്പം മുമ്പ് നമ്മുടെ പ്രിയങ്കരനായ ദേവദാസൻ സാക്ഷ്യം പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ വിവാഹത്തെ പറ്റി. बैंगलोर में SABC जब मैं पढ़ रहा था वो सब समय पर अच्छा समय पर चल रहा था और जिस प्रकार से उन्होंने गवाही कहा, ആത്മീയ ശുശ്രൂഷ പരിശുദ്ധാത്മാവിനോളം പ്രാധാന്യമുള്ള സംഗതി ആ കുടുംബം എന്ന് പറയുന്നത്. जैसा एक सेवकाई में पवित्र आत्मा का महत्व है वैसा ही परिवार भी जीवन में बहुत महत्व है. അപ്പൊ അതുകൊണ്ട് വിവാഹത്തെ പറ്റിയുള്ള ചിന്തകൾ ഇങ്ങനെ വന്നു തുടങ്ങിയ കാലഘട്ടത്തിൽ शादी के बारे में जब सोच ऐसे मन में आने लगा उस समय पर 27 വയസ്സിൽ मेरे 27 उम्र में ഞാൻ ആ സമയത്ത് തിരുവല്ലയിൽ ഒരു പൈനിയർ പ്രവർത്തനത്തിൽ ഇങ്ങനെ വ്യാപൃതനായിരിക്കെ मैं उस समय पर तिरुवल्ला में मैं सेवकाई जब कर रहा था. എന്റെ 27 വയസ്സിൽ मेरे 27 उम्र में ഏതാണ്ട് 8-9 വർഷങ്ങൾക്ക് മുൻപ് എന്നിൽ വന്ന് മാറി പൂർണ്ണമായും സൗഖ്യമായി എന്ന് ഉറപ്പിച്ചു വെച്ചിരുന്ന ആ രോഗം വീണ്ടും വന്നു. कुछ साल पहले जो पूरी तौर से चंगाई मिल गया है ऐसा कहा हुआ वही बीमारी मुझे वापस आया. എന്തായിരിക്കും മാനസികാവസ്ഥ? क्या रहेगा मानसिक अवस्था? സ്വത്രമൊക്കെ പോയ പോക്ക് കണ്ടോ? सबकी धन्यवाद देना सब चला गया. ഇച്ചിരി മുമ്പേ കൈയടിച്ചവരെ ആരും ഇവിടെ കാണുന്നില്ല. थोड़ी देर पहले जो ताली बजाए थे वो कोई यहाँ दिख नहीं रहा. ഹല്ലേലൂയ. हालेलुया. യാക്കോബ് പറഞ്ഞൊരു വാക്യമുണ്ട്. याकूब ने एक वचन कहा है, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ भाग्यवान. ഭാഗ്യവാൻ. जो परीक्षा सहता है वो मनुष्य धन्य है. നമ്മള് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ വളരെ മിടുക്കുള്ളവരായിരിക്കാം. हम स्कूल्स में कॉलेजेस में हम काफी टैलेंटेड रहेंगे. നിങ്ങൾ ക്ലാസ്സിൽ എത്ര നന്നായിട്ട് പഠിക്കുന്ന എത്ര എക്സ്ട്രാ ബ്രില്യൻസ് ഉള്ള ആളാണെങ്കിലും आप क्लास में कितने अच्छे से पढ़ाई करने वाले कितने ब्रिलियंट स्टूडेंट भी क्यों ना हो, ആ ബ്രില്യൻസിന്റെ അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഒരു പരീക്ഷ എഴുതിയിരിക്കണം. अगर उस ब्रिलियंसी का अगर आपको एक स्थापित मिलना है तो आपको एक एग्जाम लिखना पड़ेगा. ഞാൻ പറഞ്ഞത് ശരിയാണോ? क्या मैं जो कहा वो सही है? ഇതുപോലെ തന്നെയാണ് ആത്മീക ജീവിതവും. वैसे ही है हमारा आत्मिक जीवन भी. നിങ്ങൾ എത്ര നല്ല എത്ര ആഴത്തിലുള്ള സ്പിരിച്വൽ എന്താ പറയുക എത്ര ആത്മീക കൊയ്ത്തുകൾ നടത്തി നിങ്ങളുടെ അകത്ത് നിങ്ങൾ എത്ര നിറഞ്ഞ മനുഷ്യനായാലും ഒരു പരീക്ഷ ചില പരീക്ഷകൾ നിങ്ങൾ എഴുതണം. आमेन. आपके जीवन में कितनी अच्छे से आत्मिक आपने जीवन बिताया हो, कितनी अच्छी भी बीज आपके अंदर हो, लेकिन अगर उसका फल बाहर आना है तो आपको एक परीक्षा लिखनी पड़ेगी. എന്റെ 14 വയസ്സിൽ ഞാനൊരു പരീക്ഷ എഴുതി. मेरे 4वां उम्र में मैंने एक एग्जाम लिखा. അത് ഈ പ്ലേസ് ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പോലുള്ള ഒരു പരീക്ഷയായിരുന്നു. वो केवल एक प्ले स्कूल के बच्चे जैसे लगते हैं वैसे एक परीक्षा थी. കൂടെ നിൽക്കുന്നവരൊക്കെ പറഞ്ഞു തരും, നമ്മൾ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് ആദ്യം മാർക്ക് തരും. साथ में रहने वाले भी बता के देते हैं आंसर, हम कुछ भी बोल दो हमको मार्क्स ऐसे ही मिल जाते थे. 18 വയസ്സിൽ 10ാം ക്ലാസ്സിലെയൊക്കെ ലെവലിൽ ഒരു പരീക്ഷ ഞാൻ എഴുതി. लेकिन मेरे 18वां उम्र पे मैंने एक 10वीं स्टैंडर्ड का परीक्षा लिखा. എന്നാൽ എന്റെ 27 വയസ്സിൽ लेकिन मेरे 27वें उम्र में ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള ഒരു എക്സാം വന്നു. एक पोस्ट ग्रेजुएशन लेवल का परीक्षा मैंने लिखी. അതൊരു വല്ലാത്ത പരീക്ഷയായിരുന്നു. वो एक अलग ही परीक्षा थी. എന്റെ കാലയില് ആ രോഗം വന്ന അതേ ഭാഗത്ത് വീണ്ടും രോഗം വന്നു. मेरे पाँव में जहाँ पर बीमारी आई थी वहाँ पर वापस वो बीमारी आने लगा. ഞാൻ RCCയിൽ വീണ്ടും അഡ്മിറ്റ് ആയി. मैं वापस RCC में एडमिट हुआ. കാലയിൽ വീണ്ടും സർജറി ചെയ്തു. पैर में वापस सर्जरी किया गया. സർജറി കഴിഞ്ഞ് ആ രോഗബാധയുള്ള ഭാഗമെല്ലാം റിമൂവ് ചെയ്തു. सर्जरी के बाद जो बीमार से जो कैंसर सेल्स थे वो सारा रिमूव किया गया. അത് കഴിഞ്ഞ ഒരു 10-20 ദിവസം കഴിഞ്ഞിട്ട് उसके बाद 10-20 साल के बाद എൻ്റെ കാലിലെ ആ സർജിക്കൽ വൂണ്ടിന്റെ സ്റ്റിച്ചസ് റിമൂവ് ചെയ്യാൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ सर्जिकल वूंड के स्टिचेस रिमूव करने के लिए जब मैं हॉस्पिटल में गया, ആ ഡോക്ടർ വന്ന് ആ സ്റ്റിച്ച് റിമൂവ് ചെയ്ത് സെക്കൻഡുകൾ കഴിയും മുമ്പേ ആ സർജിക്കൽ വൂണ്ട് ഇങ്ങനെ ഓപ്പൺ ആയി. वो स्टिचेस रिमूव करते समय सर्जिकल वूंड वो खुल गया. എൻ്റെ കാലിൻ്റെ മുൻവശത്തുള്ള നമ്മുടെ മുട്ടിന് താഴോട്ടുള്ള പ്രധാനപ്പെട്ട അസ്ഥി ടിബിയ എന്ന് പറയും, മലയാളത്തിൽ കൊതുമ്പൽ എന്ന് പറയും, ആ അസ്ഥി
കാണാൻ കഴിയുന്ന തരത്തിൽ ആ വൂണ്ട് ഇങ്ങനെ ഓപ്പണായി. तो मेरे पैर के नीचे का जो बोन है जिसे टीबिया कहते हैं, वो बोन दिखने जैसा उतना डीप में वो सूचर वुंड खुल गया. എനിക്ക് വളരെ പ്രയാസം തോന്നി. मुझे बहुत ही बुरा लगा. എൻ്റെ ശുശ്രൂഷ സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് പിൻവാങ്ങേണ്ടി വന്നു. मेरी सेवकाई की जगहों से मुझे पीछे हटना पड़ा. RCCയിൽ ഈ കാലയിലെ വൂണ്ട് സെറ്റിലാക്കേണ്ടതിന് വേണ്ടിയിട്ട് പലതവണ ഞങ്ങൾ കയറി ഇറങ്ങി. RCC में उस वुंड का जो स्टिचिंग के लिए मुझे बार बार हॉस्पिटल आना जाना करना पड़ा. ഒത്തിരി മരുന്നുകൾ ഉപയോഗിച്ചു. बहुत सारी दवाइयों का इस्तेमाल करना पड़ा. അങ്ങനെ മുൻപോട്ട് പോകവേ ऐसे आगे जाते समय 2017 ഡിസംബർ 26 2017 दिसंबर 27 എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദുരന്തമുണ്ടായ ദിവസം. मैं जीवन में कभी भूल नहीं सकता वैसा एक दुर्घटना मेरे साथ हुई. ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ ഒരു ചെറിയ റാമ്പ് ഉണ്ട്. मैं मेरे घर के आगे एक छोटा सा रैप है. അവിടുന്ന് ഞാൻ എൻ്റെ ഈ വലങ്കാല് രോഗബാധിതമായ ഈ വലങ്കാല് വെച്ച് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ जो बीमार से वो जो लगा था वो पैर से जब मैं रख कर आगे चल रहा था, എൻ്റെ കാലിൻ്റെ പാദം ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി. मेरा पैर थोड़ा सा स्लिप हो गया. ഏകദേശം ഒരു 80 കിലോയോളം ഭാരം എനിക്കുണ്ട്. मेरा वजन 80 किलो था. എൻ്റെ 80 കിലോ ഭാരം എൻ്റെ കാലിൻ്റെ ആ രോഗാതുരമായ ഭാഗത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല. तो मेरा जो 80 किलो का जो मेरा बॉडी का वजन था वो जो पैर में जो बीमार थी वो पैर उठा नहीं ले पाया. എൻ്റെ പെട്ടെന്ന് എൻ്റെ കാല് ഒടിഞ്ഞതാണെന്ന് എനിക്ക് അന്നേരം തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്നൊരു ഉണങ്ങിയ മടൽ ഒടിയുന്നത് പോലൊരു സൗണ്ട് എൻ്റെ ചെവിയിൽ കേട്ടു. मेरे को जल्दी समझ नहीं कि क्या हो रहा है, लेकिन एक सूखा लकड़ी कैसा टूट जाता है वैसा एक आवाज मैंने सुना. നിയന്ത്രണം തെറ്റി ഞാൻ താഴെ വീണു. मैं नियंत्रण बैलेंस नहीं रहा और मैं नीचे गिर गया. എൻ്റെ കണ്ണിനകത്തേക്ക് ഇരുട്ട് കയറി. मेरे आंखों के सामने अंधेरा आ गया. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് ഞാൻ കണ്ണ് തുറക്കുമ്പോൾ 2 सेकंड के बाद जब मैं आंखें उठाकर देखा ഞാൻ നിലത്ത് എൻ്റെ വീടിന്റെ മുറ്റത്ത് പൂഴിമണ്ണിൽ കിടക്കുകയാണ്. तो मैं घर के सामने उस मिट्टी पर नीचे गिरा पड़ा है. എൻ്റെ വലത് കാല് ഈ രോഗാതുരമായ ഭാഗം വെച്ച് രണ്ടായിട്ട് ഒടിഞ്ഞു പോയി. मेरा जो पैर था राइट लेग जहाँ पर वो बीमार हुआ था वो 2 में अलग हो गया. മുറിവുണ്ടായിരുന്ന ഭാഗത്തൂടെ എൻ്റെ കാലിൻ്റെ ഒടിഞ്ഞ അസ്ഥികളെല്ലാം പുറത്തു വന്ന് ആ പൂഴിമണ്ണിൽ ഇങ്ങനെ കുത്തി മണ്ണും ബ്ലഡും മാംസ കഷ്ണങ്ങളും എല്ലാമായിട്ട് ഇങ്ങനെ ചേർന്നൊരു ഒരു ഒരു വാഹനം ഒരാളുടെ ശരീരത്തൂടെ കയറിയാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണോ അതേപോലെ ഒരവസ്ഥയിൽ എൻ്റെ കാലാകപ്പെട്ടു. तो जब मैं आँख खोलकर देखा तो मेरे पैर के हड्डी टूटने के वजह से वो हड्डी बाहर आकर उस मिट्टी के साथ मिलकर एक अलग ही और वुंड खुला था और उस वजह से वुंड के अंदर से वो हड्डी बाहर आई और वो मिट्टी में ऐसा फंस कर ऐसा मिला घुला पड़ा हुआ मैंने देखा. എൻ്റെ നിലവിളി കേട്ട് ഓടി വന്നവർ പലരും अनकॉन्शियस आई അവിടെ മറിഞ്ഞു വീണു. मेरे रोना सुनकर जो लोग दौड़ कर आए थे वो बेहोश होकर वहाँ पर गिर गए. അവിടെ കൂടിയവരിൽ ചിലർ ആംബുലൻസ് വിളിച്ചു. എത്രയും പെട്ടെന്ന് എന്നെ അവർ അവിടെ വന്ന് വല്ലാതെ പ്രയാസപ്പെട്ട് ഒരു തലേണയുടെയൊക്കെ പിൻബലത്തിൽ വല്ലവിധേനയും എന്നെ എടുത്ത് വാഹനത്തിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. और वहाँ पे जो लोग आए थे वो बहुत ही मुश्किल से उठाकर पैर के नीचे तकिया वगैरह रख कर बहुत ध्यान से मुझे एम्बुलेंस में डालकर हॉस्पिटल में लेकर गए. തിരുവനന്തപുരത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്തു. ट्रिवांड्रम के प्राइवेट हॉस्पिटल पर मुझे शिफ्ट किया गया. ഇനിയും നിങ്ങളെ കൂടുതൽ ഭീകരാവസ്ഥയിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നില്ല. मैं आपको और भयानक अवस्था पर मैं नहीं बोलना चाहता. എനിക്കൊരല്പം പേടിയുണ്ട് ഇതൊക്കെ പറയാൻ. मेरे को थोड़ा डर है ये सब बोलने के लिए. ഇങ്ങനെയൊക്കെ ചിലരുടെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ചിലർക്കത് താങ്ങാൻ പറ്റുകയില്ല. ये सुनते समय कुछ लोग इसको रिसीव नहीं कर पाएंगे, सुन नहीं पाएंगे. അങ്ങനെ ചില വിഷമിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ എനിക്കുണ്ട്. ऐसा कुछ भयानक अवस्था भी मेरे जीवन में है. അതുകൊണ്ട് ഞാൻ അതിന്റെ ഭീകരതയിലേക്ക് കടക്കുന്നില്ല. तो मैं उसके उस भयानक अवस्था में नहीं बोल रहा. പ്രിയരെ, 2018 എന്ന് പറയുന്ന that whole year I was bedridden. 2018 वो पूरा साल में बेड रिडन था. എൻ്റെ എല്ലാ ദൈനംദിന ആവശ്യങ്ങളും എൻ്റെ മാതാപിതാക്കളുടെയും മറ്റുള്ളവരുടെയൊക്കെ സഹായത്താൽ സാധിക്കപ്പെടേണ്ട ഒരു അവസ്ഥയിൽ ഒരു വർഷം മുഴുവൻ ഞാൻ കഴിച്ചു കൂട്ടേണ്ടി വന്നു. मैं वो पूरा एक साल मेरे को दूसरों के डिपेंडेंट होके मुझे ऐसा रहना पड़ा. മനുഷ്യസാധ്യമായ എല്ലാ വൈദ്യശാസ്ത്ര പരിപാടികളും എൻ്റെ വലങ്കാലിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ചെയ്തു കൂട്ടി.
साइंस के तौर पे ट्रीटमेंट जो कुछ कर सकते थे सब कुछ मेरे उस राइट पैर के लिए किया गया. അതിൻ്റെ ഭൗതിക തലങ്ങളിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. मैं उसके भौतिक तौर से कुछ बोलना नहीं चाहता. ചുരുക്കി പറഞ്ഞാൽ अगर मैं संक्षिप्त में बताऊं, ഞാൻ ആസാദിയിൽ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം വീണ്ടും 2 ശസ്ത്രക്രിയകളോട് എനിക്ക് ചെയ്യേണ്ടി വന്നു. आज़ादी में टेस्टमनी बोलने के बाद भी 2 ऑपरेशंस मुझे करना पड़ा. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ जब मैं आपके सामने खड़ा हूँ, എനിക്ക് 35 വയസ്സുണ്ട്. 35 साल का हूँ. കണ്ടാൽ എത്ര പറയും? देखेंगे तो कितना कहोगे? താത്തേ പറയാവൂ ആരെങ്കിലും പറയുന്നെങ്കിൽ. ഈ 35 വയസ്സിനിടയ്ക്ക് ये 35 साल के अंदर 20 ശസ്ത്രക്രിയകൾക്ക് ഞാൻ വിധേയനായി. 20 सर्जरी मेरे जीवन में हुआ है. 8 ആശുപത്രികളിലെ പേഷ്യൻ്റ് ആയിട്ടുണ്ട് ഞാൻ. 8 हॉस्पिटल्स के पेशेंट मैं बन चुका हूँ. ഇൻക്ലൂഡിങ് CMC വെല്ലൂർ, തിരുവനന്തപുരം പട്ടണത്തിലെ വലിയ മെഗാ ഹോസ്പിറ്റലുകളിൽ പലതും അടക്കം. CMC वेलोर और ट्रिवेंड्रम के बड़े बड़े बहुत सारे हॉस्पिटल्स में मेरा एडमिट हुआ पड़ा है. എത്രയോ ഭീകരമായ ഭയപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ. बहुत सारे भय दिलाने वाले वेदनाजनक बातें. എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കട്ടെ. मैं मेरे बातों यहाँ रोकना चाहता हूँ. ദൈവദാസൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി സംസാരിച്ചു കൊണ്ടിരുന്നു. परमेश्वर के दास जब यहाँ पर खड़े होकर बोल रहे थे तो पवित्र आत्मा मुझसे बात कर रहा था. ശരീരത്തിനേറ്റ വേദനയേക്കാൾ എത്രയോ ഭീകരമായിരുന്നു കൂടെ നിൽക്കാൻ കടപ്പെട്ട പലരുടെയും തള്ളിപ്പറച്ചിലുകളും കുറ്റം പറച്ചിലുകളും അപമാനിക്കലും പരിഹാസങ്ങളും ഒക്കെ. साथ में रहने शरीर में होने वाली वेदना से बढ़कर थी वो वेदना जो लोग साथ में रहना चाहिए था. वे लोग जब हमारी निंदा कहते हैं, जो हम साथ नहीं देते हैं और जब हमारी बुराई करते हैं. പരിമിതിയുടെ ലോകത്തേക്ക് ഞാൻ തള്ളപ്പെടും എന്ന് ഉറപ്പായപ്പോൾ सीमाओं के इस दुनिया में मैं नष्ट हो जाऊंगा जब मुझे ऐसा लग रहा था. ചിലരൊക്കെ ഉറപ്പിച്ചു വലിയ താമസമില്ലാതെ ഞാൻ കുടിയിലേക്ക് പോകുന്നു. कुछ लोगों ने निश्चय जान लिया कि कुछ समय के बाद इन्हें अभी इनकी मृत्यु हो जाएगी. ഒറ്റ അനുഭവം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. सिर्फ एक बात कहकर मैं यहाँ पर रोकना चाहता हूँ. ഞാൻ ഈ ഭീകരമായ അവസ്ഥയിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ मैं इस भयानक अवस्था से जब मैं गुजर रहा था, എൻ്റെ ഈ ലെഫ്റ്റ് ലെഗിൻ്റെ തൈസിൽ നിന്ന് പലതവണ മാംസം സർജറി വഴിയായിട്ട് പ്ലാസ്റ്റിക് സർജറി നടത്തി ഇവിടുന്ന് എടുത്ത് ആ കാലെ വെച്ച് പിടിപ്പിച്ച് ഒത്തിരി സർജറികൾ ചെയ്തു. तो कई बार मुझे लेफ्ट थाई से वहाँ से स्किन को निकाल कर बाईप्लास करके यहाँ पर जो है वो ग्राफ्टिंग के लिए सर्जरी के लिए लेना पड़ता था. ഈ വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ ബാധിച്ച കാലയിൽ റേഡിയേഷൻ ചെയ്തു പോയത് കൊണ്ടാണ് എനിക്ക് ഒത്തിരി സ്ട്രഗിൾസ് അനുഭവിക്കേണ്ടി വന്നത്. तो रेडिएशन की वजह से मुझे बहुत स्ट्रगल करना पड़ा है. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ കാലയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് കാൽ അഴുകുമായിരുന്നു. इसके लिए बीच बीच में इन्फेक्शन होकर वो वुंड सड़ जाता था. കാൽ അഴുകുമ്പോൾ ഭയങ്കര സ്മെല്ല് വരും. जब सड़ जाती है तो बहुत भयानक स्मेल आती है. ഈ സ്മെല്ല് ഒത്തിരി പുറത്ത് വരാതിരിക്കാൻ എൻ്റെ വീട്ടിലെ റൂമിനകത്ത് പരമാവധി സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത് ഡിഫ്യൂസറൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. तो ये स्मेल बाहर नहीं जाने के लिए घर के अंदर ऐसा स्प्रेज वगैरह रखा हुआ है. എന്നാലും ഒരു പരിധിക്കപ്പുറം അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയത്തില്ല. फिर भी एक सीमा से बढ़कर उसको हम नियंत्रण नहीं कर पाते थे. ഒരു ദിവസം എൻ്റെ വീട്ടിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നൊരു ദൈവദാസൻ एक बार मेरे घर पे मेरे लिए प्रार्थना करने के लिए आए परमेश्वर का दास. അദ്ദേഹം പ്രാർത്ഥിക്കുവാനായിട്ട് എൻ്റെ റൂമിലേക്ക് കാല് ചവിട്ടാൻ നേരം वो प्रार्थना करने के लिए जब पैर वो मेरे कमरे पर रखने लगा, പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മൂക്കിലേക്ക് എൻ്റെ കാലിൽ നിന്നുള്ള ദുർഗന്ധം വമിച്ചു. वो जो बदबू थी वो उनके नाक पर आया. അദ്ദേഹം വെച്ച കാല് പുറകോട്ട് വെച്ചു. उन्होंने वो कदम पीछे रख दिया. ഞാനത് മനസ്സിലാക്കാതിരിക്കാൻ പരമാവധി പുള്ളി അഡ്ജസ്റ്റ് ചെയ്തു. मैं नहीं समझने के लिए उन्होंने वो थोड़ा सा कोशिश किया छिपाने का. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. लेकिन वो उन्होंने वहाँ पर खड़े होकर एक प्रार्थना किया. അദ്ദേഹം പറഞ്ഞ വാക്കിങ്ങനെ, കർത്താവേ വേഗത്തിൽ അങ്ങയുടെ ഹിതം നിറവേറണേ. उन्होंने ऐसा प्रार्थना किया कि जल्दी से तेरी इच्छा पूरी हो जाए. അദ്ദേഹം പ്രാർത്ഥിച്ചതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. उन्होंने प्रार्थना करने का मतलब कि आप समझ पाए, मैं नहीं जानता.
എനിക്കൊരു മിക്സഡ് ഫീലിംഗ് ആണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേട്ടപ്പോൾ ഉണ്ടായത്. मेरे को एक मिक्स्ड फीलिंग उनकी प्रार्थना से हुई है. എന്തുകൊണ്ടോ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. उनकी प्रार्थना परमेश्वर ने नहीं सुना. ഏകദേശം 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ദൈവദാസൻ 28 വയസ്സുള്ള ഒരാളുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, കർത്താവേ ഇവനെ വേഗത്തിൽ അങ്ങോട്ട് എടുത്തുകൊള്ളണമേ എന്നുള്ള അർത്ഥത്തിലാണ് പ്രാർത്ഥിച്ചത്. लगभग 60 साल का एक बुजुर्ग पास्टर एक 28 उम्र का लड़के के सामने खड़े होकर ऐसा प्रार्थना कर रहा है कि हे परमेश्वर तू जल्दी ही उसे अपने पास बुला ले. ഞാൻ വളരെ ദുഃഖത്തിൽ വളരെ എൻ്റെ ഹൃദയം വല്ലാതെ തകർന്നു പോയ ആ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് തന്നൊരു വെളിപ്പാടുണ്ട്. उस दुख पर जब मेरा हृदय था तो परमेश्वर की आत्मा ने मुझे एक वचन दिया था. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. उत्पत्ति 37 का 22. Genesis chapter 37 verse 22. അവരുടെ കയ്യിൽ നിന്ന് അവനെ വിടുവെച്ച് അപ്പന്റെ അടുക്കൽ കൊണ്ടുപോകണമെന്ന് കരുതിക്കൊണ്ട് രൂപൻ അവരോട്, രക്തം ചൊരിയിക്കരുത്, നിങ്ങൾ അവന്റെ മേൽ കൈവെക്കാതെ മരുഭൂമിയിലുള്ള കുഴിയിൽ അവനെ ഇടുവിനെന്ന് പറഞ്ഞു. फिर रूबेन ने उनसे कहा, लहू मत बहाओ, उसको जंगल में इस गड्ढे में डाल दो और उस पर हाथ मत उठाओ. वह उसको उनके हाथ से छुड़ाकर पिता के पास फिर पहुंचाना चाहता था. ജോസഫിന്റെ പൊട്ടക്കുഴിയെ പറ്റിയാണ് നമ്മൾ അവിടെ വായിച്ചത്. यहाँ पर यूसुफ का उस जो गड्ढे के बारे में हमने पढ़ा है. പൊട്ടക്കുഴിക്കകത്ത് കിടക്കുന്ന ജോസഫിനെ പറ്റി നമ്മൾ എല്ലാവരും കാണുന്നത് അവന്റെ ജീവിതത്തിലെ ഏറ്റവും തകർന്ന അനുഭവമാണ്. उस गड्ढे के अंदर पड़ा हुआ यूसुफ के बारे में हम जो देखते हैं वो सबसे नाश हुआ एक टूटापन की अवस्था है. എന്നാൽ പൊട്ടക്കുഴി ഒരു തകർച്ചയാണ്. ഏത് മനുഷ്യനും അത് നോക്കുമ്പോൾ അതൊരു തകർച്ചയാണ്. हर एक मनुष्य जब देखता है तो वो गड्ढा वो एक टूटा हुआ अवस्था ही है, वो नष्ट हुआ एक अवस्था है. എന്നാൽ ഈ വാക്യത്തിനകത്തൊരു വെളിപ്പാടുണ്ട്. लेकिन इस वचन के अंदर एक प्रकाशन है. അത് എത്ര പേർക്ക് മനസ്സിലായി? वो कितने लोग उसे समझ गए? അവരുടെ കയ്യിൽ നിന്ന് അവനെ വിടുവെച്ച് അപ്പന്റെ അടുക്കൽ കൊണ്ടുപോകണമെന്ന് കരുതിക്കൊണ്ട് രൂപൻ അവരോട്, രക്തം ചൊരിയിക്കരുത്, നിങ്ങൾ അവനെ എടുത്ത് പൊട്ടക്കുഴിയിൽ ഇടാൻ പറഞ്ഞു. रूबेन ने ये सोचकर उनसे बातें की कि उसको उनके हाथ से छुड़ाकर पिता के पास फिर पहुंचाना चाहता था. പറഞ്ഞാൽ മരണത്തിൽ നിന്നുള്ളൊരു നീക്കുപോക്കാണ് പൊട്ടക്കുഴിക്കകത്തുണ്ടാകുന്നത്. उसका मतलब कि लहू से मत बहाओ, मतलब मृत्यु से एक छुटकारा उस गड्ढे में हम देख सकते हैं. കൊല്ലാൻ നിൽക്കുന്ന സഹോദരന്മാരുടെ കടാരമുഖത്ത് നിന്ന് ആ കത്തിയുടെ മുമ്പിൽ നിന്ന് അവനെ രക്ഷിക്കാൻ ദൈവം രൂപന്റെ അകത്ത് കൊടുത്ത ഒരു ചിന്തയാണ് അവനെ എടുത്ത് പൊട്ടക്കുഴിയിലിടാൻ പറഞ്ഞത്. उस मरने के अवस्था से वहां से उठाकर उसको एक गड्ढा दिखा कर दिया ताकि उस मरने की अवस्था से उसे एक नया जीवन उसको वापस मिलने पाए. പൊട്ടക്കുഴി കിടക്കുന്ന ജോസഫിനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവൻ തകർന്ന് തരിപ്പണമായി കിടക്കുവാന്നാണ്. तो वो गड्ढे पर पड़ा हुआ यूसुफ को जब हम देखते हैं तो हमें ये लगता है कि वो नष्ट हो गया है. കർത്താവ് എന്നോട് പറഞ്ഞു, നിന്നെ കുറിച്ച് ഇപ്പൊ നാട്ടുകാരും വീട്ടുകാരും പാസ്റ്റർമാരും ഉപദേശിമാരും എല്ലാരും കണ്ടോണ്ടിരിക്കുന്നത് നീ കിടക്കുന്ന പൊട്ടക്കുഴിയാ. तो परमेश्वर ने मुझसे भी ऐसे बातें किया कि तुझे जब देखते हैं तो लोग यह देख रहे हैं कि तू अब इस गड्ढे में है, तो नष्ट हो चुका है. കർത്താവ് എന്നോട് പറഞ്ഞു, എന്നാൽ നിന്റെ ശുഭഭാവിക്ക് നേരെ വെല്ലുവിളിക്കുന്ന സംഹാരകനെ എന്നേക്കുമായി കീഴ്പ്പെടുത്തേണ്ടതിന് ചില ദിവസങ്ങൾ ഞാൻ നിന്നെ ഇതിനകത്തിട്ട് തളച്ചെങ്കിൽ ആമേ പൊന്നുപോലെ ഞാൻ പുറത്തെടുത്ത് പുറത്തു കൊണ്ടുവരുന്ന ഒരു സമയം വരും. പരിഹസിച്ചവരും നിന്ദിച്ചവരും അവമാനിച്ചവരും കളിയാക്കിയവരും എല്ലാം കാണുക നിന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു സമയമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ കൂടെ എനിക്കൊരു വെളിപ്പാട് തന്നു. इस वचन से परमेश्वर ने मुझे एक ऐसा प्रकाशन दिया कि जो लोग तुझे अभी देखकर कहते हैं कि तू नष्ट हो गया है, तेरा अभी आगे भविष्य नहीं रहा, लेकिन इन निंदा करने वालों के बीच में से तुझे उठाकर मैं एक अच्छा भविष्य देकर मैं तुझे बाहर लेकर आऊंगा. പ്രിയപ്പെട്ടവരെ, എല്ലാം നഷ്ടപ്പെട്ടിടത്തു നിന്ന് കർത്താവ് എനിക്ക് പലതും തിരിച്ചു തന്നു. हे प्रियो, जहाँ पर सब कुछ नष्ट हो गया था वहां से परमेश्वर ने मुझे सब कुछ वापस दे दिया. എനിക്ക് എന്റെ കാല് നഷ്ടപ്പെട്ടു പോയി എന്നേക്കുമായി. मेरा पैर हमेशा के लिए नष्ट हो गया था. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന കൃത്രിമ കാല് വെച്ചിട്ടാ. मैं आपके सामने खड़ा हूँ, वो एक आर्टिफिशियल पैर लगाकर है. എന്റെ വലത് കാല് ആർട്ടിഫിഷ്യൽ ലിംബാണ്. मेरा जो ये राइट लेग है वो आर्टिफिशियल लिम्ब है.
പക്ഷെ എന്നെ അറിയാത്തവർക്ക് ആർക്കും അത് മനസ്സിലാകത്തില്ല. लेकिन जो मुझे नहीं जानते वो समझ में नहीं पाता है. എല്ലാം അവസാനിച്ച് എവിടെങ്കിലും ഒരു പെട്ടിക്കടയോ ലോട്ടറി കച്ചവടമോ നടത്തി എന്റെ കുണ്ട്ര നാട്ടിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഒതുങ്ങുമെന്ന് ലോകം എന്നെ പറ്റി വിധി എഴുതിയപ്പോ दुनिया ने मेरे बारे में ऐसा सोचा कि सब कुछ नष्ट हो गया है, एक छोटा सा दुकान डालकर ऐसे कोने में बैठ जाएगा. ऐसा जब दुनिया ने मेरे बारे में सोचा, അന്ന് വരെ വെറും പഞ്ചായത്ത് മുക്കി മാത്രം പ്രസംഗിച്ചിട്ടുള്ള എന്നെ ആമേൻ, ദൈവം ആമേൻ, ലോകരാജ്യങ്ങളുടെ ആമേൻ, വാതിലുകൾ തുറന്ന് हालेलुया. അവിടേക്ക് അയക്കാൻ Praise തുടങ്ങി. God. उस समय केवल मैं छोटे छोटे जगह पर प्रचार करने वाला मुझे परमेश्वर ने दुनिया के कोने कोने तक बेचने लगा. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു മനുഷ്യന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ ആമേൻ, ആമേൻ, അവന്റെ ആമേൻ. ഗമനത്തെ സ്ഥിരമാക്കുന്ന ഒരു ദൈവം വചനം ഇന്നും കേൾക്കാൻ. ജീവിക്കുന്നു. कि एक मनुष्य के राहों पर अगर परमेश्वर प्रसन्न हुआ तो उसके मार्गों को वो एस्टैब्लिश करने वाला परमेश्वर आज भी जीवित है. ഇന്ന് കാണുന്ന എന്റെ ആത്മീക ശുശ്രൂഷയുടെ ഇന്നത്തെ തലത്തിലേക്ക് ഞാൻ വരുന്നതിന് ദൈവദാസന്റെ ശുശ്രൂഷകളും അദ്ദേഹത്തിന്റെ ചാനലും അതിന്റെ ഇമ്പാക്റ്റും വളരെ വലുതായിരുന്നു. आज के मेरे जीवन में सेवकाई में जो उन्नति हुई है वो परमेश्वर के दास का सेवकाई और उनका चैनल का जो प्रभाव बहुत बड़ा था. ഇങ്ങനെ തകർന്നു പോയ എൻ്റെ ജീവിതത്തിൽ ഒരു കുടുംബ ജീവിതം ഉണ്ടായപ്പോഴാണ് ഞാൻ അവിടെ നിന്നൊരു സാക്ഷ്യം പറഞ്ഞത്. അത് എന്നെ കുറ്റം പറഞ്ഞ 10-20 പേരെ ഉദ്ദേശിച്ച് മാത്രം പറഞ്ഞതാണെങ്കിലും 20 പേരെ ഉദ്ദേശിച്ച് പറഞ്ഞത് 20 ലക്ഷത്തിലധികം ആൾക്കാരെ ദൈവം കേൾപ്പിച്ചു. तो जब मेरा शादी का जब रिश्ता आ रहा था तब मैंने गवाही का मुझे दोष देने वाले 20 लोग सुन रहे थे, लेकिन परमेश्वर ने वो केवल 20 लोगों को नहीं उससे 20 लाख लोगों तक मेरी गवाही पहुंचाई. നിങ്ങളെ ആരെങ്കിലും കുറ്റമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവരോട് പിണങ്ങരുത് കേട്ടോ. अगर कोई आपको दोष देता है, निंदा करता है, तो उनसे अपने राज मत होना. അവരുണ്ടെങ്കിലേ നിങ്ങൾക്ക് വളരെ आमेन आमेन आमेन. अगर वो है तो ही हम बढ़ पाते हैं. പെനീന ഉണ്ടായതുകൊണ്ടാ ഹന്ന പ്രാർത്ഥനാ മുറി കയറിയത്. एक पेनीना थी, उस वजह से हन्ना प्रार्थना करने लगी है. മക്കളില്ലാത്തതിന്റെ ദുഃഖമൊന്നും അന്നായിക്കില്ലായിരുന്നു. जो बच्ची नहीं थी वो दुख हन्ना को ज्यादा नहीं था. ഏൽക്കാനെ ഇരട്ടി ഓഹരി കൊടുക്കും. അവർക്ക് എന്തോ പിള്ളേരെ വളർത്തേണ്ട ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒന്നും ചെയ്യണ്ട. എനിക്കിപ്പോ 2 കുഞ്ഞുങ്ങളുണ്ട്. लेकिन एल्काना इतना प्यार देता था उसको, तो उसको बच्चे नहीं थी, उसको दर्द नहीं था, फिर उसको जरूरत ही नहीं था कुछ. പിള്ളേരെ വളർത്തുന്ന ബുദ്ധിമുട്ട് അവരെ വളർത്തുന്നവരോട് ചോദിച്ചാൽ അറിയാം. जो बच्चों को बढ़ाते हैं वो दिक्कत उनको ही पता है, जो बच्चों को बढ़ाते हैं. വളർത്തിയവരാതിരിക്കുന്നവരെല്ലാം बढ़ाए हुए लोग यहाँ पर बैठे हैं. ഹന്നയെ സംബന്ധിച്ച് പിള്ളേരെ വളർത്തേണ്ട ബുദ്ധിമുട്ടും ഇല്ല, ഇഷ്ടം പോലെ ചാപ്പാട്, ഇരട്ടി ഓഹരി, എല്ലാ സെറ്റപ്പും ഉണ്ടായിരുന്നു. हन्ना के बारे में कहा जाए तो बच्चों को बढ़ाने का कोई दिक्कत नहीं, खाना है, पीना है, अच्छा पति है, फिर सब कुछ उसके पास था. എന്നാ പെനീന കുറ്റം പറഞ്ഞപ്പോ ഹന്ന പ്രാർത്ഥനാ മുറി കയറി. लेकिन जब पेनीना जब उसके बारे में दोष देने लगी तो वो प्रार्थना के कमरे में गई. എന്റെ ഭാഷയിൽ ഞാൻ പറയാം, ഇസ്രായേലിന്റെ രാഷ്ട്രപതിയായ ശമൂവേലിനെ ദൈവം പുറത്തു കൊണ്ടുവന്നത് പെനീനയുടെ കുത്തുകൊണ്ടാ. आमेन. मैं तो मेरी भाषा में ऐसा कहूंगा कि इस्राएल का जो राष्ट्रपति जो सैमुएल इसलिए बाहर आया कि वो पेनीना वहां पर दोष दे रही थी. പ്രിയമുള്ളവരെ, വിളിച്ച ദൈവം വിശ്വസ്തനാ. हमें बुलाया हुआ परमेश्वर അവൻ ഒരു विश्वासयोग्य है. കാലത്തും നമ്മെ ഉപേക്ഷിക്കത്തില്ല. वो किसी भी हाल पर हमें छोड़ेगा नहीं. ആമേൻ. ദൈവം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാല് വേണമെന്ന് നിർബന്ധമില്ല. अगर परमेश्वर ने कहा है कि तुमको चलाऊंगा तो पैर होना जरूरी नहीं है. അതിന്റെ ജീവിക്കുന്ന സാക്ഷിയാ ഞാൻ. ये मैं जीवित गवाही हूँ. എനിക്ക് ഭാര്യയുണ്ട്. मुझे एक पत्नी है. 3 1 വയസ്സുള്ള നല്ല ചുണക്കുട്ടന്മാരായ 2 ആൺകുഞ്ഞുങ്ങളും ഉണ്ട്. 30 साल का और पहला साल का, 3 उम्र का और पहला 1 साल का 2 बच्चे मेरे साथ എന്നെ हैं. എഴുതി തള്ളിയ സമൂഹത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ ഈ आमेन, പുസ്തകം आमेन, ഉയർത്തിപ്പിടിച്ച് आमेन, ഞങ്ങൾ ഇന്ന് आमेन, ജീവിക്കുന്നു. आमेन, आमेन. मुझे जिन्होंने दोष दिया था उनके सामने मैं गर्व के साथ बाइबल उठाकर मैं जी रहा हूँ. ഇതിനെല്ലാം കാരണം എന്റെ അകത്ത് വന്ന് വസിച്ച പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാ. ये सब का वजह मेरे अंदर काम किया हुआ पवित्र आत्मा का गुण है. അതിനായിട്ട് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. इसलिए हम अपने आप को समर्पण करेंगे. परमेश्वर हमें आशीष दे. ശുശ്രൂഷയ്ക്ക് അവസരം നൽകിയ ദൈവദാസനും സഭയ്ക്കും ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. सेवकाई में समय दियो परमेश्वर के दास और कलीसिया को मैं धन्यवाद देता धन्यवाद हूँ. दीजिए. आमेन आमेन आमेन. हालेलुया. हालेलुया. प्रभु से कुछ भी असंभव नहीं. ദൈവത്താൽ ഒന്നും അസാധ്യമല്ല. दास को और भी उपयोग करने के लिए हम प्रार्थना करें. ദേവദാസനെ ഇനിയും ദൈവം ഉപയോഗിക്കേണ്ടതിന് നമുക്ക് सब പ്രാർത്ഥിക്കാം. लोग खड़ा होकर എല്ലാവർക്കും എണീറ്റ് നിന്ന് सिर्फ 2 मिनट गाना के लिए. 2 മിനിറ്റ് മാത്രം പാട്ടിന്. हालेलुया. सिर्फ 2 मिनट. 2 മിനിറ്റ്. परमेश्वर दास को भी अलग अलग जगह में प्रभु उपयोग कर रहे हैं. ദേവദാസനെ ദൈവം വിഭിന്നമായ സ്ഥലങ്ങളിൽ 2 बार ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. जब मैंने क्यूवेट में किया, दोनों बार क्यूवेट में पास्टर को मिला. ഞാൻ കുവൈറ്റ് 2 പ്രാവശ്യം പോയപ്പോൾ 2 പ്രാവശ്യവും ഞാൻ പാസ്റ്റർ അവിടെ കണ്ടു. आप भी जाने वाला है. ഇനിയും പോകും. ആമേൻ ആമേൻ देखो, ആമേൻ.
बाहर का जरूरत नहीं है परमेश्वर के लिए ആമേൻ भागने ആമേൻ की। ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ഓടേണ്ടത് കാല് വേണമെന്ന് ആവശ്യമില്ല अगर परमेश्वर ने वायदा दिया चला ആമേൻ चलाने वाला ആമേൻ है। ദൈവം നടത്തുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ നടത്തിയിരിക്കും रूबन कहा पापा का घर में इसको मैं लेके जाएगा। रूबन कहा पापा का घर में इसको मैं लेके രൂപൻ പറഞ്ഞു ഞാൻ എന്റെ പിതാവിന്റെ വീട്ടിൽ അവനെ मैं കൊണ്ടുപോകും शुरुआत में ही कहा पापा का घर में हमें वापस पहुंचना है। ഞാൻ ആരംഭത്തിൽ തന്നെ പറഞ്ഞു പിതാവിന്റെ വീട്ടിൽ നമുക്ക് കടന്നു ചെല്ലണം दुनिया तोड़ने से पहले, उस मटका दुनिया तोड़ने से पहले ആ കലം ആ കലശം ഇട്ട് പൊട്ടിക്കുന്നതിന് മുൻപ് पापा തന്നെ भाग के आके आलिंगन करेगा। പാപ്പ ഓടി വന്ന് നമ്മളെ जूइश रिचुअल को कहा था खजासा। ജൂയിഷ് റിച്വൽസിന്റെ പറഞ്ഞ പേര് ഖസാസ उस मटके को कहते हैं खजाजा। ആ മടക്കെ പറയുന്ന പേര് ഖസാസ खजाजा का मतलब क्या है? मतलब में ഖസാസയുടെ അർത്ഥം എന്താ നിങ്ങൾ विलेज തള്ളിയിരിക്കുന്നു में अभी तेरा प्रवेशन नहीं है, ഈ ഗ്രാമത്തിൽ നിനക്ക് ഇനി लेकिन പ്രവേശനമില്ല उससे पहले पापा आके आलिंगन किया। പക്ഷെ അതിനു മുമ്പ് തന്നെ പിതാവ് വന്ന് കെട്ടിപ്പിടിച്ചു गांव वाला भाग के आने से पहले पापा आके आलिंगन किया। ഗ്രാമത്തിലെ ആൾക്കാർ ഓടി വരുന്നതിന് മുൻപ് തന്നെ പിതാവ് വന്ന് കെട്ടിപ്പിടിച്ചു Back to father's house. पिता के घर पर लौट आओ Back to father's पिता house. के सब घर लोग पर खड़ा हो लौट जाइए, सब आओ लोग खड़ा हो जाइए। എല്ലാവരും एक से बड़े प्रार्थना चले करेगा। हमर्शल प्रार्थना। हालेलुया। Back to father's house. Father's लेकिन Day, हमें सबसे अच्छा पिता है। പക്ഷെ നമുക്ക് ഏറ്റവും നല്ലൊരു പിതാവുണ്ട് दुनिया का पिता लोगों से बढ़कर प्यार करने वाला स्वर्गीय पिता। എല്ലാവരെക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവ് अपने जीवन में खसासा तोड़ने से पहले നമ്മുടെ हमें आलिंगन ജീവിതത്തിലെ किया स्वर्गीय पिता। നമ്മുടെ ജീവിതത്തിന്റെ ഖസാസ പൊട്ടിക്കുന്നതിന് മുൻപ് തന്നെ നമ്മെ കെട്ടിപ്പിടിക്കുന്ന ഒരു പിതാവ് तेरे चरणों में ही रहूंगा मेरे प्यारे यीशु पे तू जो कह दे मैं करूंगा तेरे